ഇനി മൂന്നാമത്തെ കാര്യമാണ് യു കൺസ്യൂംഡ് മോർ ദാൻ യു ക്രിയേറ്റഡ്. നിങ്ങൾ മറ്റുള്ളവരുടെ വിജയങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ യാത്രകളും ഒക്കെ നോക്കിയിട്ട് അവരുടെ അച്ചീവ്മെൻറ്റ്സ് നോക്കിയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരുന്നു. അതൊക്കെ നോക്കി ഒന്നുമില്ല ഒരാളുടെ അച്ചീവ്മെൻറ്റ് കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യുക? രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കൈയടിക്കും, അല്ലെങ്കിൽ അസൂയപ്പെടും, അല്ലേ? ഈ രണ്ട് കാര്യങ്ങളും ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കി കളഞ്ഞു. മറിച്ച് അതിന് പകരമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ ചെറിയ അച്ചീവ്മെൻറ്റ്സ്, ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതിന്, അങ്ങനെ ചെയ്യാൻ പരിശ്രമിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ട് അത് കൈയടിക്കുകയോ അതിനെ നോക്കി അസൂയപ്പെടുകയോ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയം കൊണ്ട് നമുക്ക് സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമായിരുന്നു. വളരെ ചെറുതാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ വർഷവും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ വർഷം നിങ്ങളുടെ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല, മറിച്ച് മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ട് കൈയടിക്കുകയും അല്ലെങ്കിൽ അതിനെ ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയും അല്ലെങ്കിൽ അതിൽ അസൂയപ്പെട്ടിരിക്കുകയൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വർഷം പാഴാക്കി. അടുത്ത വർഷമെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാം. നമ്മുടേതായി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്രിയേറ്റ് മോർ ആൻഡ് കൺസ്യൂം ലെസ്.